ആകാശത്തിലേക്ക് കയറുന്തോറും ഭൂമിയിലെ കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി തുടങ്ങും. ഒരുപക്ഷെ ഒളിക്കാഴ്ചകൾക്കും അതിലേറെ സ്വകാര്യതയ്ക്കും ഉയരങ്ങളാണ് ഏറ്റവും പറ്റിയിടം. ഒരാളും പരിചയഭാവത്തിൽ വന്ന് ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഇല്ലേ, ആക്സിഡന്റിൽ തട്ടിപ്പോയെന്നാണല്ലോ കേട്ടത്, അന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരായിരുന്നു എന്നൊന്നും ചോദിക്കില്ല. മൊബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് ഇപ്പോഴെന്റെ ശീലം. എത്ര തേച്ചാലും വെളുക്കാത്ത പല്ലുമായി അവസാനിക്കാത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മാന്യദേഹമാണ് സുഗുണൻ. കോലമിടുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ നിന്നു പോകും. ഇതറിയാവുന്നത് കൊണ്ടാണ് മലയാളം മാത്രം അറിയാവുന്ന അംബിസാമി ഹിന്ദു പത്രം വായിക്കുകയാണെന്ന വ്യാജേന ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരിക്കലും സ്റ്റാർട്ടാവാത്ത തന്റെ സ്കൂട്ടർ സൊസൈറ്റി സെക്രട്ടറി ചെറിയാൻ അഴിച്ചു പണിതുകൊണ്ടേയിരിക്കും. കയ്യിലെ മസിൽ വളരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ജിമ്മൻ കസരത്തടിക്കുമ്പോൾ ഒരു ഗ്ലാസ് എനർജൈസറിന്റെ രൂപത്തിൽ അടുത്ത വീട്ടിലെ പെൺകുട്ടി തന്റെ പ്രണയങ്ങളെ രാവിലെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ ബാറ്ററി ചത്തിട്ടില്ലെങ്കിൽ ക്ലോക്ക് 8:20 എന്ന കൃത്യമായ സമയം കാണിക്കും. കാലൊടിഞ്ഞവന്റെ വാൾപേപ്പറാണ് ഈ ബാൻഡേജ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വി ദ സ്ലേവ്സ് ഓഫ് ഹാബിറ്റ് എന്ന് പോസ്റ്റ് ഇട്ടത്. ശീലത്തിനൊരു ശീലമുണ്ട്, അത് നമ്മുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ നമ്മളെയും കൊണ്ടങ്ങ് പോകും. ഇനി ഈ വഴിയൊന്നും വരൂലായിരിക്കും അല്ലേ? ഇനി എപ്പ വരാനാണ്? ഇതാണ് മോളി ചേച്ചി. മോളി ചേച്ചിയുടെ പ്രൊഫൈൽ ഇത്രേ ഉള്ളൂ. വാ തുറന്നാൽ കള്ളം പറയും, കണ്ണ് തെറ്റിയാൽ കട്ടെടുക്കും. കള്ളം പറയുന്നതും കട്ടെടുക്കുന്നതും ഒരാൾ തന്റെ ജന്മാവകാശമായിട്ട് കരുതിയാൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നവരെല്ലാം മോളി ചേച്ചിയുടെ ശത്രുക്കളാണ്. 10 ഡീലെ സാറന്മാരെ പോവാണ്. എന്ത് നല്ല മനുഷ്യനായിരുന്നു ആ ചേച്ചി. എന്റെ കയ്യിലേക്ക് 100 രൂപ വെച്ച് തന്നപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലെങ്കിലും ദൈവം നല്ല മനുഷ്യരെയൊക്കെ വേഗം നാട്ടിലേക്ക് വിളിക്കും. ഇനി അവിടെ താമസിക്കാൻ വരുന്നതേ ഒരു പുതുപ്പെണ്ണും ചെറുക്കനുമാണ്. അവര് ഇതുപോലെ തങ്കപ്പെട്ട മനുഷ്യരായിരുന്നാ മതിയായിരുന്നു. എന്റെ മോനെ, ഞാൻ നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞതാണ്. തൃപ്പൂണിത്തറ കോലോത്തുന്നവരെ കല്യാണാലോചന വന്ന പെണ്ണാ. അതെ, ആ 10 ഡീലെ തള്ളനോട് പറഞ്ഞ മനസ്സിലാവൂല. ഞാൻ ഇറങ്ങാൻ നേരത്തെ അവര് എന്റെ നേരെ 2 ചാട്ടം. അന്നേരം പേടിച്ചിട്ട് എന്റെ സാരി തുമ്പലുണ്ടായിരുന്നു ഇത്തിരി പഞ്ചസാര ഇത്തിരി കടുക്കും താഴ്ത്തു വീണ് പോയെന്നുള്ളത് ശരി തന്നെയാണ്. അതിന് നമ്മൾ അഭിമാനം വിട്ട് കളിക്കൂല. ഇനി അവരുടെ അടുത്തേക്ക് എന്റെ പൊട്ടി പോവും. നമ്മള് ഡീസന്റ് പാർട്ടീസായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആഹാ, ഞാനിവിടെ പറയണതൊക്കെ ക്യാമറയിൽ പിടിച്ചു വെക്കണല്ലേ? ആ പിടിച്ചോ. സമയാസമയങ്ങളിൽ കള്ളക്കടത്ത് നടത്തുന്ന മോളി ചേച്ചിയോട് ഒരു നോട്ടം കൊണ്ട് പോലും പരാതി കാണിക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡീസന്റ് ആയത്. ഡോക്ടർ പറഞ്ഞ പ്രകാരം എല്ലിന് പകരം സ്റ്റീലായതുകൊണ്ട് നിലത്ത് കാലുകുത്താതെ 1 വർഷം കൂടി വീൽ ചെയറിലിരുന്നിങ്ങനെ ഉരുണ്ട് ഡീസന്റ് ആയേ പറ്റൂ.
വൈകുന്നേരം തലേ ദിവസത്തിന്റെ മുഴുവൻ ഹാങ് ഓവറുകളോടെ ഉണരുന്ന ഒരേ ഒരു ദിവസമാണ് സൺഡേ. മഴ കൂടി ഉണ്ടെങ്കിൽ ഇത്ര ലേസി ആയ ഒരു ദിവസം വേറെയില്ല. എന്നാൽ പതിവ് സൺഡേയോട് ഉറക്കച്ചടവില്ലാതെ അമ്പിസ്വാമിയും ഭാര്യയും ഇവിടെ നിൽക്കുന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ടും വീട്ടിൽ കയറാതെ ഈ കുടുംബങ്ങൾ ഇവിടെയെങ്കിലും ചുറ്റിക്കളിച്ച് നിൽക്കുന്നത് മഴ കണ്ടു നിൽക്കാനുള്ള റൊമാൻറ്റിക് മനസ്സുള്ളതുകൊണ്ടൊന്നുമല്ല. ഇന്നാണ് 10 ഡിയിലേക്ക് ന്യൂലി മാരിഡ് കപ്പിൾ താമസിക്കാൻ വരുന്നത്. അവരെ റിസീവ് ചെയ്യാനല്ലെങ്കിലും പുതിയ മൈഗ്രൻസിനെ കാണാനുള്ള ആങ്സൈറ്റി ഉണ്ട്. അതാണ് ഈ വെയിറ്റിംഗ്. പുതിയ കപ്പിളിനെ കാത്തുനിന്നവർക്ക് ആദ്യം ഉണ്ടായത് അത്ഭുതമാണ്, പിന്നെ അമ്പരം. അത് കഴിഞ്ഞ് മുഴുവൻ ജനങ്ങളും വികാരനിർഭരമായ സംശയങ്ങളാൽ കൂട്ടുക്കത്തെ കൺഫ്യൂഷൻ അടിച്ചുപോയി. എന്റെ കർത്താവേ, ഇതാണോ ഭാര്യയും ഭർത്താവും? ആയിരിക്കും. ഭർത്താവൊന്നും ആയിരിക്കില്ലെന്നേ, ബ്രദർ ആയിരിക്കും. കണ്ടിട്ട് ബ്രദറാണെന്ന് തോന്നുന്നില്ല. ഇനി ശരിക്കും ഭർത്താവ് വേറെ വരുമോ? അങ്ങനെ സൊസൈറ്റിയുടെ ഹോളിഡേ കംപ്ലീറ്റ് തകർന്നു. ഇവന് സ്റ്റൂള് വേണ്ടി വരോട്ടാ. ചേച്ചിനെ അയ്യോ ചേടാ, ചേച്ചിനെ കാണാൻ പറ്റില്ല. സാറേ ഞായറാഴ്ചകളിൽ എന്റെ മോളി ചേച്ചി ഈ സെക്യൂരിറ്റിയാണ്. 2 എണ്ണം കൊടുക്കുന്നതിന്റെ സ്നേഹത്തിൽ ഭക്ഷണത്തോടൊപ്പം തൊട്ടുകൂട്ടാൻ സൊസൈറ്റിയിലെ കുറച്ച് പരദൂഷണം കൂടി ഇയാൾ സെർവ് ചെയ്യും. സാറ് കണ്ടായിരുന്നോ? പെണ്ണൊരൊത്ത ഫുള്ള. അവനാണെങ്കിൽ ഒരു ക്വാർട്ടറിന്റെ അത്രയും. ജോലിയെല്ലാം തങ്ങൾ തന്നെ ചെയ്തു കൊള്ളാമെന്ന് പുതിയ കപ്പിൾ പറഞ്ഞതോടെ 10 ഡിയിലേക്കുള്ള മോളി ചേച്ചിയുടെ എൻട്രി മുടങ്ങുകയും പുതിയ കപ്പിൾ അങ്ങനെ ഇൻഡീസന്റ് ആകുകയും ചെയ്തു. ഡംഷറാർസ് കളിക്കുവാനായിരുന്ന കുട്ടികളിൽ ഒരാൾ ഒരു വലിയ ടിന്നും ചെറിയ ടിന്നും എടുത്തു വെച്ചു. എന്താന്ന് മനസ്സിലായോ? കുള്ളൻ ഭാര്യ. അങ്ങനെ അന്നു മുതൽ അവരെ എല്ലാവരും കുള്ളനും ഭാര്യയും എന്ന് വിളിച്ചു. ആരും അവരെ പരിചയപ്പെടാൻ ചെന്നില്ല, അവരും ആരെയും കാണാൻ ചെന്നില്ല. കുള്ളനെയും ഭാര്യയും കാണുമ്പോഴെല്ലാം കുട്ടികൾ ഉറക്കെ ചിരിക്കുകയോ കളിയാക്കുകയോ ചെയ്തു. ഇത് കണ്ട് മുതിർന്നവർ ചിരിക്കും.
മിസ്സിസ് നായരുടെ പട്ടി കുള്ളനെ കാണുമ്പോഴെല്ലാം കുരച്ചുകൊണ്ട് ചാടി. പക്ഷെ അവർ രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിച്ചില്ല. വെയിലായാലും മഴയായാലും അഭിമാനത്തോടെ ഭാര്യയുടെ തലയ്ക്ക് മുകളിൽ കുട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ കുള്ളൻ നടന്നു. എന്നാൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സൊസൈറ്റിയിൽ ചില ഗോസിപ്പുകൾ ഉണ്ടായി. എന്നാലും ഇത് എങ്ങനെ? എന്റെ പൊന്നു സാറേ, ആ പെണ്ണ് കാശിന് വേണ്ടി കെട്ടിയല്ലേ? അല്ലെങ്കിൽ ആ ഞൗണിക്ക പോലത്തെ സാധനത്തിന് ആരെങ്കിലും കെട്ടോ? ഒന്നൊഴിച്ച്. അതെ, അവൻ നല്ല സെറ്റപ്പിലാണ്. അവള് മറ്റേതാണെന്നേ, റിസപ്ഷനിസ്റ്റ്. അത് ശരി. കുള്ളൻ ബാങ്കിലെ ക്ലർക്കാണെന്നും ഭാര്യ റിസപ്ഷനിസ്റ്റ് ആണെന്നും സുഗുണൻ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തത്തിനുമപ്പുറം 9 സിയിലെ സോഷ്യൽ സയന്റിസ്റ്റും സർവോപരി ഭരണങ്ങാനകാരിയുമായ അന്നാമ ചാക്കോ ഒരു പ്രസ്താവന കൂടി നടത്തി. ഈ കാണുന്നതൊക്കെ പുതുമോടിയുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നമ്മളിതൊക്കെ എത്ര കണ്ടതാ. നിങ്ങൾ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളില് അവിടെ അടി വീഴും. പിന്നെ എന്റെ സുനിതേ, ഈ അണ്ടർവെയർ ഒക്കെ കളഞ്ഞിട്ട് സുഗുണിന് വല്ല ഷഡ്ഡിയും മേടിച്ചു കൊടുക്ക്. ആനപ്പാപ്പമാരും ഇപ്പൊ ഇതൊന്നും ഇടുകയില്ല. ന്യൂ ജനറേഷൻ സിനിമയുടെ അവശ്യ ഘടകമായ ബോക്സർ ഷോട്ട്സിനെ ആനപ്പാപ്പാന്മാരുടെ വള്ളിക്കളസത്തോട് ഉപമിച്ചതിനും തന്റെ ഭർത്താവിന്റെ അധോതല സ്വകാര്യതയ്ക്കുള്ളിൽ കയറി അന്നമ്മ മാന്തിയതിലുമുള്ള ദേഷ്യം സുനിത കടിച്ചമർത്തുകയോ വിഴുങ്ങുകയോ ചെയ്തു. എന്നിട്ട് അവർ ഡിപ്ലോമാറ്റിക് ആയ ഒരു ചിരി ചിരിച്ചു. അന്നമ്മയുടെ പ്രവചനം ഗുണ്ടായിരുന്നുവെന്ന് സുനിത രഹസ്യമായി മയക്കു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുള്ളന്റെ ഫ്ളാറ്റിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. ഞാൻ പറഞ്ഞില്ലേ, വീടി തുടങ്ങി. കൊട്ടട്ടെ, കൊട്ടട്ടെ. എന്റെ പൊന്നു സാറേ, അന്നേരം ആ കുള്ളന്റെ മുഖം കണ്ട ഇപ്പൊ പെറ്റ കുഞ്ഞിന്റെ പോലെ ഇരിക്കും. തന്റെ പ്രഡിക്ഷൻ തെറ്റിയതിൽ തകർന്നടിഞ്ഞാണ് അന്നമ്മ ചാക്കോ തിരിച്ചുപോയത്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർ തോറ്റെന്ന് കരുതരുത്. ഹലോ, എന്തായി? ഏയ്, ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് ഒന്നും അല്ല. ഇറ്റ്സ് എ മാരേജ് ഓഫ് കൺവീനിയൻസ്. ശരിക്കും പറഞ്ഞ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതേ അതൊരു തരം കെമിസ്ട്രിയാ സുഗുണ. ഈ ഹൈറ്റ് ഡിഫറൻസ് ശരിക്കും ഹാപ്പി സെക്ഷൽ ലൈഫിന് ഒരു ഹിൻഡ്രൻസ് തന്നെയാ. അത് വേൾഡ് മുഴുവൻ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറിയാ. മനസ്സിലായോ? പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലായില്ല. എന്നാൽ സാർവലൗകികമായ ഒരു തത്വം നല്ല ഒന്നാം തരം കോട്ടയം ഭാഷയിൽ സിസിലി എല്ലാവരോടുമായി പറഞ്ഞു. കെമിസ്ട്രി ആണേലും ശരി, ബയോളജി ആണേലും ശരി, അവളൊരു പെണ്ണല്ലേ. ഒരു കുഞ്ഞിക്കാല് കാണുന്ന അവക്കും തോന്നത്തില്ലേ? എന്നൊക്കെ പറഞ്ഞാല് നല്ല ആരോഗ്യമുള്ള കൊച്ചാ അവള്. അവളുടെ ഒരു ഇത് അതെങ്ങനെയെങ്കിലും നടക്കണമെന്ന് അവക്കും കാണത്തില്ലേ? സിസിലി പറഞ്ഞ ആ ഒരു ഇത് ജാതി മത ഭേദമന്യേ ആബാലവൃദ്ധ പുരുഷജനങ്ങളിലും ഒരു ഉണർവുണ്ടാക്കി. അങ്ങനെ ആ ഒരു ഇതിനു വേണ്ടി ആബാലവൃദ്ധ പുരുഷജനങ്ങളും ഒന്നിച്ചു മുന്നേറുന്ന കാലയളവിലാണ് കുള്ളന്റെ ഭാര്യയുടെ ശരീരത്തിൽ ചില ബയോളജിക്കൽ ചേഞ്ചസ് അവരിൽ ചിലർ കണ്ടെത്തി. ഫേസ്ബുക്കിലുണ്ടോ? അനാറ്റമിയിൽ മിടുക്കരായ അവരിൽ ചിലർ ആദ്യം അത് രഹസ്യമായി ചർച്ച ചെയ്തു, പിന്നീട് അത് പരസ്യമായി ചർച്ച ചെയ്തു. ചർച്ചകൾ പുരോഗമിക്കുന്ന നാളുകളിൽ തന്നെ കുള്ളന്റെ ഭാര്യയുടെ വയറിന്റെ വലുപ്പം കൂടി വരുന്നത് എവിഡന്റായി. അങ്ങനെ ആ ഞെട്ടിക്കുന്ന സത്യം അവരെ ആകെ നിരാശയിലാക്കി. കണ്ടിട്ട് സൈക്കിളിലേട്ടാ. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ ഒതുങ്ങിപ്പോയെന്ന് കരുതരുത്. ഉള്ളന്റെ കൊച്ചല്ലെന്നാണ് സുഗുണ സാർ പറയണത്.
കേസ് കിട്ടാണ് സ്വാമി. ബാങ്കിൽ നിന്ന് കാശ് കേട്ടതെന്നാ കേക്കണേ. ഇതാണ് കള്ളനെ നമ്പിയാലും ഉള്ളനെ നമ്പരുതെന്ന് പറയണത്. പിന്നീടുള്ള 4-5 ദിവസങ്ങളിൽ കുള്ളൻ തിരിച്ചു വന്നില്ല. ഗർഭിണിയായാലും സാരമില്ല എന്ന നല്ല മനസ്സോടെ ഒരിക്കൽ നിരാശപ്പെട്ട ആബാലവൃദ്ധ ജനങ്ങളും വീണ്ടും അവരുടെ ഫ്ളാറ്റിന് മുമ്പിലൂടെ നടന്നു തുടങ്ങി. കുള്ളന്റെ ഭാര്യ അവരെ ആരെയും കണ്ടില്ല. ഈ ദിവസങ്ങളിൽ കുള്ളന്റെ ഭാര്യയ്ക്കൊപ്പം ഒരു അഡ്വക്കേറ്റ് വന്നു പോയിരുന്നു. കള്ളക്കേസ് ചുമത്തിയാണ് കുള്ളനെ അറസ്റ്റ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടതിനാൽ കോടതി അയാളെ വെറുതെ വിട്ടു. ഭർത്താവിനൊപ്പം ഒട്ടും ക്ഷീണമില്ലാത്ത മനസ്സുമായി തിരിച്ചെത്തിയ കുള്ളന്റെ ഭാര്യയെ നോക്കി ഒരു നാണവുമില്ലാത്ത പെണ്ണെന്ന് സുഗുണന്റെ ഭാര്യ പറഞ്ഞു. സുഗുണൻ മാത്രമല്ല, എല്ലാ സുഗുണന്മാരും അത് കേട്ട് തലയാട്ടുകയും ചെയ്തു. കോടതി വെറുതെ വിട്ടെങ്കിലും മോറലിസ്റ്റുകളും നന്മ നിറഞ്ഞവരുമായ സൊസൈറ്റിക്കാർ കുള്ളനെയും ഭാര്യയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. തന്നേക്കാൾ വലിയ മനുഷ്യർക്ക് നടുവിൽ അയാൾ ഒന്നും പിടികിട്ടാതെ അന്തം വിട്ടു. ഫാമിലിയാണ് താമസിക്കുന്നത്. ഈ സംഭവത്തിന് എത്രയും അതെ, സൂണം പറയുന്നത് ശരിയാണ്. അതെ, കോളനിയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് പോലീസുകാരിവിടെ വരുന്നത്. സൂണു സാറേ, അസോസിയേഷന്റെ ഫണ്ട്. അസോസിയേഷന്റെ ഫണ്ട്. ഇവിടെ മാന്യമാര് താമസിക്കുന്ന കോളനിയാണ്. അലവലായിത്തരൊന്നും ഇവിടെ നടക്കൂല. ശരി ശരി. അപ്പോ 1 മാസം അതിനുള്ളിൽ വീടൊഴിഞ്ഞ് പൊയ്ക്കൊള്ളണം. അതെ. സൊസൈറ്റിക്ക് അപമാനം വരുത്തിയതിനാലും ഇവരിവിടെ താമസിച്ചാൽ ഇന്ത്യയുടെ ഭാവി കരുപിടിപ്പിക്കേണ്ട തങ്ങളുടെ മക്കൾ പിഴച്ചു പോകുമെന്നുള്ളതുകൊണ്ടും കുള്ളനും ഭാര്യയും ഫ്ളാറ്റ് ഒഴിഞ്ഞു പോകണമെന്ന് സൊസൈറ്റി ഫത്വ പുറപ്പെടുവിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കുള്ളനെയും ഭാര്യയും കാണാതിരുന്നപ്പോൾ അവരിനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് സൊസൈറ്റിയിലുള്ളവർ തീരുമാനിച്ചു. ആ കുള്ളനും ഭാര്യന് വരുമെന്ന് തോന്നില്ല.
4-ാം ദിവസം പുലർച്ചെ കുള്ളനെത്തി. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ലോറി പ്രതീക്ഷിച്ചിരുന്ന സൊസൈറ്റിക്കാർ കണ്ടത് മറ്റൊന്നായിരുന്നു. കുള്ളന്റെ കുറച്ച് സഹപ്രവർത്തകർ ഒഴികെ ഉറ്റവരാരും അവിടേക്ക് വന്നില്ല. ഏതൊരു മരണശേഷവും ആർക്കും പറയാവുന്ന എന്നാലും കഷ്ടമായി പോയി. നല്ലൊരു പെണ്ണായിരുന്നു, ദൈവം ഇത്ര ക്രൂരനാണല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടും വിതുമ്പിയും ആളുകൾ പറഞ്ഞു. സിസിലിയും സുഗണന്റെ ഭാര്യയും സാരിത്തുമ്പ് വായിൽ കടിച്ചു പിടിച്ച് നിശബ്ദരായി നോക്കി നിൽക്കുക പോലും ചെയ്തു. കുഞ്ഞുമായി ഫ്ളാറ്റിലേക്ക് കയറിപ്പോയ കുള്ളനെ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും പുറത്തേക്ക് കണ്ടില്ല. കുഞ്ഞിന്റെ കരച്ചിൽ പോലും കേൾക്കാതിരുന്നപ്പോൾ പലരിലും പല സംശയങ്ങളും ഉണ്ടായി. അസാധാരണമായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ അന്തരീക്ഷം ആകെ മൂടി നിന്നിരുന്നു. മഴയും ഇടിയും മിന്നലും നിറഞ്ഞൊരു വൈകുന്നേരം കുള്ളന്റെ ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാൾ കുഞ്ഞുമായി പുറത്തേക്കിറങ്ങി. അയാൾ എന്നത്തെയും പോലെ കുടയുയർത്തി പിടിച്ചിരുന്നു.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം വിചിത്രമായ ഒരു ബോധോദയമുണ്ട്. ആ മനുഷ്യന്റെ കൊടയ്ക്ക് കീഴിൽ ശൂന്യമായ വലിയൊരു സ്ഥലമുണ്ട്. ഭൂമിയിലുള്ള യാതൊന്നിനും നിറയ്ക്കാൻ കഴിയാത്ത ശൂന്യത.